എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമിഴിൽ പക്ഷികളുടെ പേര് പഠിക്കാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ സാധാരണ ചെയ്യുന്ന പോലെ എഴുതി കാണിക്കുമല്ല, ഫുള്ള് ഞാൻ എഴുതിയിട്ട് നിങ്ങളെ കാണിച്ചു തരുവാണ്. ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെയാണ്, സെക്കൻഡ് ഹാഫിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എഴുതി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ വീഡിയോ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നതാണോ അല്ലെങ്കിൽ ഞാൻ എഴുതി കാണിക്കുന്നതിനാണോ ഇഷ്ടപ്പെടുന്നത്, ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്നത് നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണം. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഈസി ആയിട്ട് മനസ്സിലാവുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായ രീതിയിൽ ക്വാളിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങിയേക്കാം. കോക്ക് എന്ന് പറഞ്ഞാൽ പൂവൻ കോഴി എന്നാണ്. പൂ വ ഇൻ കോഴി, പൂവൻ കോഴി. പൂവൻ കോഴി എന്ന് പറഞ്ഞാൽ മെയിൽ കോഴി എന്നാണ്, ആൺകോഴി എന്ന്. അപ്പോൾ പൂവൻ കോഴിക്ക് തമിഴിൽ സേവൽ എന്നാണ് കേട്ടോ. സേക്ക് ചേയാണ് എഴുതുന്നത്. വ ഇല്ലിന് ലാ എഴുതി ചന്ദ്രക്കല, ചന്ദ്രക്കലയാണ് മേളത്തെ കുത്ത്, സേവൽ. നമ്മൾ ഓൾറെഡി കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സായുടെ സൗണ്ട് ആയിട്ടുള്ള സ് വന്നാൽ മാത്രമേ നമ്മൾ സാ എന്നുള്ള അക്ഷരം, തമിഴ് അക്ഷരം ഉപയോഗിക്കുള്ളൂ. ബാക്കി സായുടെ എന്ത് സൗണ്ട് വന്നാലും ച എന്നുള്ള അക്ഷരമാലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സേക്ക് ചേ എഴുതിയത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഹെന്നിന് നമ്മൾ പിടക്കോഴി എന്ന് പറയും. ഹെന്നിന് പിടക്കോഴി, പിടക്കോഴി, അതായത് പൂവൻ കോഴിയുടെ പെൺകോഴി, പിടക്കോഴി. പിടക്കോഴിക്ക് തമിഴിൽ വെറും കോഴി എന്ന് പറഞ്ഞാൽ മതി. കോഴിക്ക് എഴുതാനായിട്ട് ഫോൺ ചുറ്റിക്കെട്ടിട്ട് കായിട്ട് ദീർഘമിട്ട് കോ, രാ എഴുതി വള്ളിയിട്ട് കോഴി. അതേപോലെ കൈറ്റ് എന്ന് പറഞ്ഞാൽ പരുന്തെന്നാണ്, പരുന്ത്. പ രു ഇന്ത്, പരുന്ത്. പരുന്തെന്ന് തമിഴിലേക്ക് എഴുതാനായിട്ട് പാ എഴുതി, എന്നിട്ട് രു എഴുതി, ന് എഴുതി, തു എഴുതി. പരുന്തു എന്ന് എഴുതുമെങ്കിലും പരുന്തെന്ന് വായിക്കണം കേട്ടോ, പരുന്ത്. ചന്ദ്രക്കല പോകുന്ന പോലെ തന്നെയാണ് ഇവിടെ ഈ കുനിപ്പ് വന്നാലും പ്രൊനൗൺസിയേഷൻ വരുന്നത്, പരുന്തെന്ന് തന്നെയാണ് സൗണ്ട് വരുന്നത്. അതേപോലെ ഈഗിളിന് കഴുകൻ എന്ന് പറയും, കഴുകൻ. ക ഴു ക ഇൻ, കഴുകൻ. തമിഴിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, കഴുകൻ എന്നല്ല കഴുക് എന്ന് പറയും, കഴുക്. ക ഴു ക്, കിന് കു എഴുതുമെങ്കിലും ക് എന്ന് വായിക്കും, ക്. കഴുക്, കഴുകെന്ന് പറഞ്ഞാൽ കഴുകൻ എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ വൾച്ചറിന്, അതായത് ശവന്തീനി കഴുകനെ നമ്മൾ മലയാളത്തിൽ ശവന്തീനി കഴുകൻ എന്ന് പറയുമ്പോൾ തമിഴിൽ പറയുന്നത് പിണന്തിന്നി എന്നാണ്. പിണന്തിന്നി എന്നോ പിണന്തിന്നി കഴുകെന്നോ ഉപയോഗിക്കാം കേട്ടോ. പിണന്തിന്നി, പി ന ന്, പിണൻ തി നി, അതായത് പി ന അടുത്ത ന് എഴുതി തി എഴുതി, അപ്പോൾ ഇന്ത്യ എന്നായി, പിണന്തി. ഇനി ഇന്നി എന്ന് എഴുതാനായിട്ട് നാ എഴുതി ചന്ദ്രക്കല ഇട്ടിട്ട് നീ എഴുതി, പിണന്തിന്നി. ഇതിൻ്റെ കൂടെ നമുക്ക് കഴുകെന്നും ചേർക്കാം, അല്ലെങ്കിലും കറക്റ്റ് തന്നെയാണ്. പിണന്തിന്നി എന്ന് പറഞ്ഞാലും മതി, ഇല്ലെങ്കിൽ പിണന്തിന്നി കഴുകെന്നും പറയാം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ മലയാളത്തിൽ ശവം തീനി കഴുകൻ എന്നാണ്, ശവം തീനി കഴുകൻ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി സെക്കൻഡ് പോർഷനിലേക്ക് പോകാം. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നതാണോ ഈസി ആയിട്ട് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എഴുതി കാണുന്നതാണോ ഈസി ആയിട്ട് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്ത കിങ്ഫിഷറാണ്. കിങ്ഫിഷറിന് മലയാളത്തിൽ പൊന്മാൻ എന്നും തമിഴിൽ മീൻകൊത്തി എന്നും പറയും കേട്ടോ, മീൻകൊത്തി. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പറവൈകൾ എന്ന് പറഞ്ഞാൽ പക്ഷികൾ എന്നാണ്. പ റ വൈ കൽ, പറവൈകൾ. പക്ഷികൾക്ക് തമിഴിൽ പറയുന്ന പേരാണ് പറവൈകൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറയാഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് ഓർമ്മ വരുത്തേക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ പക്ഷികളുടെ വീഡിയോ കാണാത്തവർക്ക് വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അതുപോലെ നമ്മുടെ പ്ലേലിസ്റ്റ്, തമിഴ് ലേണിംഗിൻ്റെ പ്ലേലിസ്റ്റ് വീഡിയോയുടെ എൻഡ് സ്ക്രീനായിട്ട് കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ കണ്ടോളൂ, കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കിങ്ഫിഷറിന് മലയാളത്തിൽ പൊന്മാൻ എന്ന് പറയും. മലയാളത്തിലല്ല, ആദ്യം നമുക്ക് തമിഴിലെ പേരെഴുതാം. മീൻ കൊത്തി, മാ എഴുതിയിട്ട് ഫോൺ ചുറ്റിക്കെട്ടല്ല ചുറ്റിക്കെട്ട് വള്ളി. ഇനി ഇന്നിനി നാ എഴുതിയിട്ട് ചന്ദ്രക്കല, ചന്ദ്രക്കലയാണ് മേളത്തെ കുത്ത്. കൊത്തിക്ക് ചുറ്റിക്കെട്ടിട്ടിട്ട് കായിട്ടിട്ട് ദീർഘമിടാം. ഇനി ഇത്തി എന്ന് എഴുതാനായിട്ട് താ എഴുതി ചന്ദ്രക്കല ഇട്ടിട്ട് ഒരു തായും കൂടെ എഴുതിയിട്ട് വള്ളിയിടാം. അപ്പോൾ തമിഴിൽ മീൻകൊത്തി എന്ന് പറഞ്ഞപ്പോൾ മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പൊന്മാൻ, പോ ഇൻ മാൻ, പൊന്മാൻ എന്നാണ് മലയാളത്തിൽ കിങ്ഫിഷർ അഥവാ മീൻകൊത്തിക്ക് പറയുന്നത്, പൊന്മാൻ. അടുത്ത നമുക്ക് വുഡ്പെക്കർ ആണ്. വുഡ്പെക്കർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മരംകൊത്തി എന്ന് പറയും, മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മരംകൊത്തി എന്ന് തന്നെയാണ്, മരംകൊത്തി. മീൻകൊത്തി എന്ന് പറഞ്ഞ പോലെ മരംകൊത്തി. മ രാ ങ്, മരംകൊത്തി. കോ എഴുതണം, കോ എഴുതാനായിട്ട് ചുറ്റിക്കെട്ടിട്ടിട്ട് കായിട്ടിട്ട് ദീർഘമിടാം, മരങ്കോ. ഇനി ഇത്തി എന്ന് എഴുതാനായിട്ട് മേലെ എഴുതിയ പോലെ ഒരു താഴ്തി ചന്ദ്രക്കല ഇട്ട് അടുത്തൊരു താഴ്തിയിട്ട് വള്ളിയിട്ടാൽ മതി, മരംകൊത്തി. മരംകൊത്തി എന്നാണ് തമിഴിൽ പറയുന്നത്, മലയാളത്തിലും മരം കൊത്തി എന്നാണ് കേട്ടോ, മരം കൊത്തി. മരം, മരം കൊത്തി, മരം കൊത്തി എന്നാണ് മലയാളത്തിൽ നമ്മുടെ വുഡ്പെക്കർ എന്ന് പറയുന്നത്, മരം കൊത്തി. ഇനിയിപ്പം ക്രെയിൻ എന്ന് പറഞ്ഞാൽ കൊക്കെന്നാണ്, മലയാളത്തിലും തമിഴിലും സെയിം തന്നെയാണ്, കൊക്ക്. തമിഴിൽ എഴുതാനായിട്ട് ചുറ്റിക്കെട്ടിട്ടിട്ട് കായിട്ടിട്ട് ദീർഘമിടാം, അപ്പോൾ കോ ആയി. ഇനി ഇക്ക് എന്ന് എഴുതാനായിട്ട് കാ എഴുതി ചന്ദ്രക്കല ഇട്ട് അടുത്തൊരു കാ എഴുതിയിട്ട് കുനിപ്പിടാം. കൊക്കു എന്ന് എഴുതിയെങ്കിലും കൊക്ക് എന്ന് തന്നെയാണ് വായിക്കുന്നത് കേട്ടോ. മലയാളത്തിൽ ഞാൻ എഴുതി കാണിച്ചു തരാം. കോ
ഇക്ക് 2 കാ വരുന്നതാണ് ഇക്ക, ചന്ദ്രക്കല, കൊക്ക്. ഇത് തന്നെയാണ്, ഈ സൗണ്ട് തന്നെയാണ് തമിഴിലെ കൊക്ക് എന്ന് വായിച്ചാലും വരുന്നത്. അപ്പോൾ എന്തായാലും അടുത്തത് നമുക്ക് കുക്കു അല്ലെങ്കിൽ കുയിലാണ്. കുയിൽ തമിഴിലും മലയാളത്തിലും സെയിം പേര് തന്നെയാണ്, കുയിൽ. അപ്പോൾ കുയിൽ എന്ന് എഴുതാനായിട്ട് കാ എഴുതിയിട്ട് കുനിപ്പിടാം, യാ എഴുതിയിട്ട് വള്ളിയിടാം, ഇല്ല എഴുതാനായിട്ട് ലാ എഴുതിയിട്ട് ചന്ദ്രക്കല. ചന്ദ്രക്കലയാണ് മേളത്തെ കുത്ത്. അപ്പോൾ കുയിലെന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തമിഴ് അല്ല മലയാളത്തിൽ എഴുതി നോക്കാം. കൂ എഴുതാനായിട്ട് കാ എഴുതി കുനിപ്പ്, യാ എഴുതി വള്ളി, ഇല്ല്, കുയിൽ. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് ആണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് നിങ്ങൾ താഴെ കമൻസ് ആയിട്ട് അറിയിക്കണം. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കമൻസിലൂടെ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ട് മനസ്സിലാവുന്നതെന്ന്. അങ്ങനെ ഏത് രീതിയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നതെന്ന് എനിക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് ആ രീതി തുടർന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ ഗൈസ്.